ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും വെക്കേഷൻ ട്രിപ്പ് വ്ളോഗിൻ്റെ പാർട്ട് 1 കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവ കാണാത്തുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് തന്നെ കുറുവാദ്വീപിൻ്റെ ഒരു പാർട്ട് അതിൽ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പേരക്കാരൻ്റെ കുറേ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫെൻസിങ് ഒക്കെ ഇട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല പഴുത്തതായിരുന്നു. ഞങ്ങൾ കുറച്ചെണ്ണം പറിച്ചിട്ടുള്ളൂ. ദൂരം നിന്ന് നോക്കുമ്പോൾ തന്നെ കുറുവാദ്വീപ് കാണാമെങ്കിൽ അതിലൊന്നും പോകാൻ കഴിയില്ല, കാരണം നല്ല ഒഴുക്കുമുണ്ട്. പിന്നെ അവിടെ ചളിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ കുറേ തക്കാളി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്നും നേരം നടക്കാനുള്ള കുറേ നടക്കാണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ കുറേ നടക്കാണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ വയലിൽ കൂടെ ഒന്നും നടക്കാത്തതുകൊണ്ട് പിന്നെ ആ ഇൻട്രസ്റ്റിൽ കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം വയൽ തന്നെയായിരുന്നു. പിന്നെ നട്ടപ്പൊരിഞ്ഞ വെയിലും ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാലമല്ല, 2 പാലമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും ദൂരം നടക്കാണ്ടെന്ന്. അപ്പം വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ കടകളൊന്നുമില്ല. പിന്നെ ഒരു കുഞ്ഞ് കട ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഞങ്ങൾ ഈ ഒരു ലോലിപോപ്പും ലേസും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാട്ടിൽ കയറി. കാട്ടിനുള്ളിൽ കൂടെ പോയിട്ടൊക്കെ വേണം പോകാൻ. അവിടെ ആദിവാസികളൊക്കെ കയറുന്നതാണെങ്കിലും ഇങ്ങനെ കാട്ടിനുള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു പേടിയില്ല, എന്നാലും ഒരു രസമായിരുന്നു കേട്ടോ. കാട്ടിനുള്ളിൽ കൂടെ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണല്ലോ. അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു പാലുണ്ടായിരുന്നു. അപ്പോൾ കാട്ടിനുള്ളിൽ കൂടെ പോയപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല തണുപ്പല്ലെങ്കിലും എന്നാലും നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ടായിരുന്നു. ദൂരം നോക്കുമ്പോൾ ഒക്കെ കാണാം, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. കുറച്ചുകൂടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നടന്ന് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഇത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുക കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് കയറി. രാവിലെ 8 മണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴാണ് കയറിയത് കേട്ടോ. വെള്ളത്തിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? പിന്നെ ആദിവാസി കുട്ടികളാണെന്ന് തോന്നുന്നു. അവർ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചാടുന്നത് കണ്ടപ്പോൾ കുറച്ച് എളുപ്പമായി തോന്നി. അപ്പോൾ പിന്നെ റിസോർട്ടിലെത്തിയപ്പം കോഴിമുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും പിന്നെ ബ്രെഡും ജാമും പിന്നെ നമ്മുടെ അപ്പവും കടലക്കറിയും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറുവാദ്വീപ് അവിടെ ശരിക്കും ഉണ്ടല്ലോ, അവിടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വെൽക്കം ബോർഡ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു കുതിരേൻ്റെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ കുതിരേൻ്റെ പേര് സുൽത്താൻ എന്നാണ്. ഇതിൻ്റെ പേര് റോക്കറ്റ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ മാത്രമേ രണ്ടെണ്ണത്തിന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ഞാൻ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കൽപ്പറ്റക്കാണ് പോയത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ 98 നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റ് ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോ കാണുന്നതിലേക്കും ബൈ.